നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ പോണി. ഇന്നത്തെ ഇൻ്റർവ്യൂ സവിത വിനോദുമായിട്ടാണ്. സവിത വിനോദ് ഒരു കവയിത്രിയാണ്. അതൊക്കെ തന്നെ ആൽബം സോങ്സിൻ്റെ രചയിതാവാണ്. സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പം യുവ പ്രതിഭകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ റേഡിയോ ബെൻസിൻ്റെ ഒരു ഉദ്യമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ പ്രതിഭകളെ, അല്ലെങ്കിൽ ബഡ്ഡിങ് ടാലൻസ്, ഇതൊക്കെ എഴുതാനൊക്കെ കഴിവുള്ള സാഹിത്യകാരന്മാരായാലും കവയിത്രികളെയൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു പുതിയ ഒരാളെ പരിചയപ്പെടുത്തിയാണ്. അതാണ് സവിത വിനോദ്. അപ്പോൾ സവിത വിനോദ് നമ്മുടെ ഒപ്പം ഉണ്ട് സ്റ്റുഡിയോയിൽ. അപ്പോൾ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. സ്നേഹം സാറേ, സന്തോഷം. തീർച്ചയായിട്ടും എനിക്കൊന്ന് പരിചയപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി തോന്നുന്നല്ലേ. പ്രീ സ്കൂൾ അധ്യാപികയാണ്. അതെ അതെ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക. എവിടെ ജനിച്ചത്, എവിടെയാണ് പഠിച്ചത്? ഞാൻ ജനിച്ചത് പുനലൂർ, അതായത് പുനലൂർ ബാലൻ്റെ നാട്ടിലെ കരവാളൂർ എന്ന സ്ഥലത്താണ്. പുനലൂരിനടുത്ത് കരവാളൂർ എന്ന സ്ഥലത്താണ്. കരവാളൂർ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. മാതാപിതാക്കളും സഹോദരനും ഒക്കെ അവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം അവിടെ, ഇപ്പോഴും അവിടെ തന്നെ തുടർന്ന് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. അതാണ് നേറ്റീവ് പ്ലേസ് കരവാളൂർ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? ഈ സാഹിത്യ വാസനയൊക്കെ ഉണ്ടായിരുന്നു? അത് വായന ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് കുട്ടിക്കാലത്ത് വാസന എന്ന് പറഞ്ഞാൽ? ഞാൻ ചോദിച്ചാൽ ആദ്യമേ ഇങ്ങനെ നല്ല ഒരു വായനാശീലം ഉണ്ടായിരുന്നു കുട്ടിക്കാലത്ത്? വലിയ വായനാശീലമൊന്നും ഇല്ലായിരുന്നു. കുറച്ചും കൂടെ എഴുത്തിലോട്ട് എങ്ങനെ വന്നു എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിച്ചാൽ. ഇല്ല, കുട്ടിക്കാലത്ത് അധികം വലിയ വായനയിലേക്ക് ഞാൻ പോയിട്ടില്ല. 9ാം ക്ലാസ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞതിന് ശേഷമാണ് വായനയുടെ തലത്തിലേക്ക് പോയത്. എങ്കിലും അത്ര വലിയ വായനയൊക്കെ ഇപ്പോഴാണുള്ളത്. അന്നൊന്നും അത്രയും വലിയ വായനയൊന്നും ഇല്ല. ശരിക്കും അതാണ്. കവിത എന്ന് പറയുന്നത് ഉള്ളിലൊരു സർഗാത്മകത തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അത് കുടുംബത്തിൽ ആർക്കും ഇല്ല, എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നെങ്കിലും എൻ്റെ മൂത്ത സഹോദരൻ, പുള്ളിക്ക് നല്ല ഒരു ടാലന്റഡ് ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ നല്ല സർഗവാസനയുള്ളൊരു വ്യക്തിയായിരുന്നു. അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. അണ്ണന് കവിതയോടും പാട്ടിനോടും ഒക്കെ വലിയ ഇഷ്ടമാണ്. പുള്ളി മരിച്ചുപോയി. ഇപ്പം മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. HM ആയിരുന്നു അവിടെ. അണ്ണൻ്റെ ഒരു പക്ഷെ പുറം ലോകമൊന്നും അത് അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ അത് എനിക്കറിയാം. അണ്ണൻ നല്ല ടാലന്റഡ് ആയിരുന്നു. കവിത പെട്ടെന്ന് തന്നെ വരികൾ എഴുതാനും ഒക്കെ. എനിക്ക് തോന്നുന്നു ആർക്കെങ്കിലും ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കണം എന്നെനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ അച്ഛനും ഒക്കെ വളരെ നേരത്തെ തന്നെ മരിച്ചു പോയതാണ്, അച്ഛനും ഒക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും പറയാനും അറിയുന്നില്ല. പേരുകളിൽ എവിടെയൊക്കെയോ അല്ലേ എഴുത്തിന്റെ അല്ലെങ്കിൽ എന്താ പറയുക സർഗ പ്രക്രിയയുടെ ഒക്കെ എന്തെങ്കിലും വാസനകൾ ഉണ്ടായിരിക്കണം. ഒരു സർഗാത്മകത ഉണ്ടെങ്കിൽ മാത്രമേ എന്തായാലും എഴുതാൻ കഴിയുള്ളൂ. വായനയുടെ കാര്യം ചോദിച്ചത്, ഈ ഭാവന എപ്പോഴും ഭാവന ഉണ്ടാവണമെങ്കിൽ ഒത്തിരി വായനയും കൂടെ ഉണ്ടാവണം. നമ്മളെങ്ങനെ വായിക്കുമ്പോഴാണല്ലോ കൂടുതൽ നമ്മുടെ മനസ്സ് കുറേ ചിന്തിക്കുകയും ഇമാജിൻ ചെയ്യുകയും അല്ലെ ഭാവന ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, കവി ആയതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ പിന്നെ ഈ അധ്യാപിക എന്നുള്ളൊരു വേഷമൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ് റോഡിലോട്ട് കടന്നു വന്നത്? അധ്യാപിക ഞാൻ ഏറ്റവും ചെറിയ വയസ്സിൽ തന്നെ അധ്യാപികയായതാണ്. പ്രീ സ്കൂൾ കുട്ടികളോട്, ഏറ്റവും ചെറിയ മക്കളോടൊപ്പമാണ്. ഏറ്റവും വലിയ ജീവിതത്തിലെ സന്തോഷം അത് തന്നെയാണ്, കുഞ്ഞുങ്ങളോട് ഒപ്പം ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് തോന്നുന്നു 19-20 വയസ്സിൽ അധ്യാപന രംഗത്തേക്ക് കടന്നു വന്നു. ഇപ്പോഴും അതേ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നു. എന്ത് പഠിച്ചിട്ടാണ് വന്നത്? അന്ന് നമുക്ക് ഇതിന്റെ പ്രീ സ്കൂൾ TTC ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് പഠനങ്ങളെല്ലാം നടന്നത്. അപ്പോൾ ഇപ്പോൾ PG ചെയ്യുന്നു. PG തീർന്നു. മലയാളം മെയിൻ എടുത്ത് പഠിക്കുന്നു. അതെ. ഓക്കെ. അപ്പോൾ നമുക്കിനി എഴുത്തിലോട്ട് കിടക്കാം. ഈ എപ്പോഴാണ് എഴുത്ത് തുടങ്ങിയത്? സാറേ, എഴുത്ത് ചെറിയ ചെറിയ വരികൾ ഇങ്ങനെ കുറിക്കാനൊക്കെ, അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. എഴുത്ത് തുടങ്ങിയത് 9ാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് ശരിക്കും. അതൊരു 9ാം ക്ലാസ്സിൽ എൻ്റെ അച്ഛൻ മരണപ്പെടുന്ന ഒരു സമയം, അതിനുശേഷമാണ് ഒരു അച്ഛനെ കുറിച്ചുള്ളൊരു ഓണപ്പാട്ടാണ് ശരിക്കും. അച്ഛനില്ലായ്മയുടെ ഒരു ഓണപ്പാട്ട് ആണ് ആദ്യം എഴുതുന്നത്. എനിക്ക് നല്ല ഓർമ്മ അതാണ്. എന്തുകൊണ്ടോ ഈ നമ്മുടെ മനസ്സിനുള്ള അമിതമായ സന്തോഷവും ദുഃഖവും പ്രണയവും ഒക്കെയാണ് ഒരുപക്ഷെ എഴുത്ത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം 9ാം ക്ലാസ്സിലാണ്, എൻ്റെ ഒരു സ്കൂൾ അടച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എഴുത്തിൻ്റെ ആദ്യത്തെ ഒരു വരികളിലേക്ക് ഞാൻ കടക്കുന്നത്. അപ്പോൾ പിന്നീട് കുറേ കാലം എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ എഴുത്തുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നോട്ട് ബുക്കുകൾ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അധികം വരികളൊന്നുമില്ല, ചിലപ്പോൾ 1, 2, 3 വരികളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നീട് അത് വരികളുടെ എണ്ണം കൂടി.
പിന്നീട് അത് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. പിന്നെ പുറത്തേക്ക് പിന്നീടാണ് നമുക്ക് സോഷ്യൽ മീഡിയയിലുള്ള മാധ്യമം വന്നത്. അങ്ങനെ അപ്പോൾ ആദ്യം ആ എഴുതിയ വരികൾ ആരെങ്കിലും ഒന്ന് കാണിക്കാൻ ഇടവന്ന് കാണുമല്ലോ. അങ്ങനെ ആരെങ്കിലും കാണിച്ചാരായിരിക്കും? സഹോദരനാണോ അതോ അങ്ങനെ അല്ല അധ്യാപകനാണോ? തീർച്ചയായിട്ടും മൂത്ത സഹോദരനെ തന്നെയാണ്. ഞാനതിപ്പോഴും വേദനയോടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അണ്ണൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, എഴുതാനൊക്കെ കഴിവുണ്ട്, നീ എഴുതി എഴുതണം എന്ന് പറഞ്ഞു. പക്ഷെ അണ്ണനത് എനിക്കത് ഇപ്പോഴും പറയുമ്പോൾ സങ്കടം വരും. കണ്ണ് നിറഞ്ഞു, ആ വരികൾ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു. അപ്പോൾ എനിക്കും ഭയങ്കര സങ്കടം വന്നു. അപ്പം തീർച്ചയായിട്ടും അതാണ് ആദ്യത്തെ. എൻ്റെ ബ്രദറായിരുന്നു എനിക്കെല്ലാം, എൻ്റെ മൂത്ത സഹോദരൻ. അച്ഛൻ്റെ ഒരു മരണത്തിന് ശേഷം ബ്രദറായിരുന്നു എല്ലാം. അപ്പം എപ്പോഴും ആ ഒരു ഓർമ്മയിൽ വല്ലാത്ത സങ്കടം തോന്നാറുണ്ട്. പ്രസിദ്ധീകരിച്ച ഏത് മാസികകളിലാണോ എങ്ങനെയാണ്, അല്ലെങ്കിൽ സ്കൂൾ മാഗസീനോ അങ്ങനെ എവിടെയാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്? ആദ്യം എൻ്റെ ഒരു കവിത വരുന്നത് സ്കൂൾ മാഗസിനിൽ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ആദ്യം എൻ്റെ ഒരു കവിത വരുന്നത് ജനയുഗത്തിലാണ്. ജനയുഗത്തിലാണ് ആദ്യത്തെ കവിത വരുന്നത്. അപ്പോൾ ശ്രീ ജയൻമഠത്തിൽ എഡിറ്ററായിട്ട് ഉള്ള. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരുപാട് കവിതകൾ അയച്ചു. ആ കവിതകളെല്ലാം എനിക്ക് എന്നോട് പറഞ്ഞു, ഈ കവിതകൾ മാറ്റിയിട്ട് വേറെ ഒരെണ്ണം അയക്കും. അങ്ങനെ ഒരു 6-7 കവിതകൾ അയച്ചതിന് ശേഷമാണ് ആ സാർ ഒരെണ്ണം സെലക്ട് ചെയ്തത്. കാരണം അത്ര സെലക്റ്റീവായിട്ട് അത് കവിതകളെ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് അതിന് ശേഷമാണ് മിക്ക പിന്നെ അതുപോലെ ചന്ദ്രിക, പിന്നെ ജന്മഭൂമി, അതുപോലെ കേരള കൗമുദി, കലാകൗമുദി, അങ്ങനെ എല്ലാ മാസികകളിലും ഞാൻ അയച്ചു തുടങ്ങിയത്. ഏത് കാലഘട്ടത്തിലാണ്, ഏത് വർഷങ്ങളാണ് ഇതൊക്കെ? ഇപ്പം 2022, 23, 24, 25 കാലഘട്ടത്തിലാണ്. ഈ അടുത്ത കാലഘട്ടം കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് സജീവമായി എഴുത്തിലേക്ക് അല്ലെങ്കിൽ അയച്ചു കൊടുക്കാനൊക്കെ തുടങ്ങിയത്. അതിന് ഇത് എഴുത്ത് എനിക്ക് 10-20 വർഷമായിട്ടുണ്ട്. അതെ ഉണ്ട്, മനസ്സിൽ ടാലന്റഡ് ആയിട്ടുണ്ട്. 2 ദശകമായിട്ട് എഴുത്തുണ്ട്. പക്ഷെ ഇത് പക്ഷേ അങ്ങനെ പുറത്തു വരില്ല, സ്വന്തമായിട്ട് എഴുതും, അത് ആസ്വദിക്കും, അടച്ചു വെക്കും. അതെ. അപ്പോൾ ഈ പഴയ എഴുതിയ കവിതകളിലൊക്കെ വീണ്ടും ഒന്ന് അയച്ചു കൊടുക്കാൻ ഒരു ശ്രമം ആദ്യകാലത്തൊക്കെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ അന്നത്തെ കുറേ കവിതകൾ ഉണ്ട്. അതിൽ നിന്നും അന്നത്തെ വരികൾ ഇന്നത്തെ വരികൾ തമ്മിൽ നമ്മൾ ഒത്തിരി മാറ്റം ഉണ്ടല്ലോ. അന്ന് നമുക്ക് എഴുതി തുടങ്ങുമ്പോൾ എത്രമാത്രം അതിന്റെ ഒരു ഫിനിഷിംഗ് ഉണ്ടാവും, അതിന് മൂർച്ച ഉണ്ടാവുന്നില്ല. അത് ആ വരികളൊക്കെ ഞാൻ തപ്പി എടുത്ത് ഇപ്പൊ വീണ്ടും അതിനെ മോഡിഫൈ ചെയ്ത് മറ്റൊരു കവിതാരൂപത്തിലാക്കി ചെയ്യുന്നുണ്ട്. അപ്പം അത് കുറെ കൂടി എനിക്കൊരു വലിയ ഒരു എനർജി തരുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും. ഓക്കെ. പിന്നെ എനിക്കൊന്ന് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അല്ലേ? 4 ഇതുവരെ കഴിഞ്ഞു. പേരുകളൊക്കെ ഒന്ന് പറയാം. ആദ്യത്തെ കവിതാ സമാഹാരം പ്രഭാത് ബുക്സ് ആയിരുന്നു. പിന്നെ സവിതയുടെ കവിതകൾ. അതന്നെ, അത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ കരവാളൂർ, എന്റെ നാട്ടിലെ ഏറ്റവും വലിയൊരു സാംസ്കാരിക ചടങ്ങായിരുന്നു അത്. ശ്രീ മുരുകൻ കാട്ടാക്കടയായിരുന്നു ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും 150-400ഓളം വലിയൊരു സദസ്സിന്റെ ആഭിമുഖ്യത്തിൽ നടന്നൊരു വലിയ കവിത പ്രകാശന ചടങ്ങായിരുന്നു. എന്റെ നാട്ടിലെ കരവാളൂരിലെ സാംസ്കാരിക മണ്ഡലത്തിലെ ഒരു വലിയ അറിയപ്പെടുന്ന ആദ്യത്തെ ഒരു ഗംഭീര ചടങ്ങായിരുന്നു അത്. പിന്നെ എൻ്റെ നാട്ടിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത പ്രമുഖ വ്യക്തികൾ എല്ലാവരും, PS സുബാൽ MLA ഒക്കെ ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അങ്ങനെ വലിയൊരു ചടങ്ങായിരുന്നു. അടുത്ത പുസ്തകം 4 രണ്ടാമത്തത് നിഴലും നിലാവും, അതും പ്രഭാത ബുക്സ് തന്നെയായിരുന്നു ചെയ്തത്. പിന്നെ മൂന്നാമത്തത് മഞ്ഞ മന്ദാരം, പ്രണയ കവിതകളാണ്, അത് സുജിലി ബുക്സ് ആണ് ചെയ്തത്. പിന്നെ അടുത്തത് ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ കവിതാ ബുക്ക് കറുത്ത ചരടും കരിശമണിയും, അത് നെപ്റ്റ്യൂൺ ബുക്സ് ലേറ്റസ്റ്റ് ഇപ്പം വന്നൊരു പ്രസാധകരാണ്. നന്നായിട്ട് വളരെയധികം വായനക്കാരുള്ള നന്നായിട്ട് പോകുന്ന ഒരു പ്രസാധകരാണ് നെപ്റ്റ്യൂൺ ബുക്സ്. അപ്പം അവരാണ് ചെയ്തത്. അപ്പം അതിപ്പം രണ്ടാമത്തെ എഡിഷൻ തുടങ്ങാനുള്ള ഒരു വർഷം കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു അതിന്റെ 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തിലായിരുന്നു, ഇന്നലെ ആയിരുന്നു. വലിയ കാര്യമാണ് 4 പ്രസാധകര്. അതെ, 4. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്കൊന്ന് കുറച്ച് അവാർഡുകളൊക്കെ കുറച്ച് ചെറിയ സാഹിത്യ സംഘടനകൾ ഏർപ്പെടുത്തിയ അവാർഡുകൾ കിട്ടി. പിന്നെ കേരള കൗമുദി അധ്യാപകർക്കായി, പ്രീ സ്കൂൾ അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ അവാർഡ് കിട്ടിയായിരുന്നു. അങ്ങനെ ചെറിയ അവാർഡ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരക പുരസ്കാരം, സവിതയുടെ കവിതകൾ എന്ന സുഗതകുമാരി, അതും സാഹിത്യ സംഘടനകളെ ഏർപ്പെടുത്തിയ പുരസ്കാരം, അതും സാഹിത്യ സംഘടനകളെ ഏർപ്പെടുത്തിയ പുരസ്കാരം. അന്ന് പുസ്തകം നമ്മൾ അവാർഡ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പുസ്തകം അയച്ചു കൊടുക്കും. അങ്ങനെ സെലക്ട് ചെയ്ത പുസ്തകങ്ങളാണ് അതൊക്കെ. അങ്ങനെ അവാർഡുകളും വരുന്നുണ്ട്. അധ്യാപിക എന്നുള്ള നിലയിൽ എങ്ങനെയാണ്
കുട്ടികളുമായിട്ട് എങ്ങനെയാണ് അത് കുട്ടികളില്ലാത്ത ആസ്വദിക്കുന്നത്? കുട്ടികളെന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത ഒരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് അത്രയും ഫേവററ്റ് ആയിട്ടുള്ള എപ്പോഴും അവർ എന്നോടൊപ്പമാണ്, എൻ്റെ മടിയിലാണ്, എന്നോടൊപ്പമാണ്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു ഹരം തന്നെയാണ്. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അവർ അത്രയും സ്നേഹവുമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കാമാൻ കൊയറ്റാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. കുട്ടികളുടെ ഒപ്പമാണ്. അധ്യാപനം ഇഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും അധ്യാപനത്തിനപ്പുറം മറ്റൊന്നുമില്ല. അതാണ്. എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്ന കുട്ടികളെയൊക്കെ ഈ കവിതയൊക്കെ ചൊല്ലിയോ അങ്ങനെയൊക്കെയാണോ? എങ്ങനെയാണ് കുഞ്ഞു മക്കളല്ലേ, അവർക്ക് കവിതകള്, അവർക്ക് കഥകളാണ് കൂടുതൽ ഇഷ്ടം. കുഞ്ഞു മക്കൾക്ക് കവിതകളൊന്നും അവർക്ക് അത്ര ആയില്ല. എങ്കിലും നമ്മുടെ സ്കൂളിൽ നന്നായി കവിതകൾ എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അതെ, ഇനി കുറെ പേരുണ്ട്, അവരെയൊക്കെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കുട്ടികൾ എനിക്കൊന്ന് നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്യേണ്ട കാര്യം എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സമയം കുട്ടികൾ സ്കൂളുകളിലാണല്ലേ ചെലവിടുന്നത്. അപ്പോൾ അധ്യാപകർക്കായിരിക്കും അവരുടെ ചില വാസനകളൊക്കെ കണ്ടെത്താൻ സാധിക്കുക. അപ്പോൾ അത് എനിക്കൊന്ന് ആ ഒരു കർത്തവ്യം എനിക്കൊന്ന് അധ്യാപകർ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്കൊന്ന് ഭാവിയിൽ ഒത്തിരി പേരെ ഒത്തിരി ടാലൻസിനെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഞങ്ങളുടെയൊക്കെ തലമുറയൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു അഭാവം ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മളൊക്കെ വൈകിയൊക്കെ ആയിരിക്കും നമ്മൾ പലതും നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ എനിക്കൊന്ന് ഇന്നത്തെ കാലത്ത് എനിക്കൊന്ന് കുറച്ചും കൂടെ ഒത്തിരി വേദികളൊക്കെ അല്ലേ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ പഠനത്തെക്കുറിച്ച് ഇപ്പോഴത്തെ കരിക്കുലം അതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം ഒരു അധ്യാപിക എന്നുള്ള നിലയിൽ? ഇപ്പോഴത്തെ കരിക്കുലമൊക്കെ കുട്ടികൾക്ക് അനായാസം കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള കരിക്കുലങ്ങളാണ്. പണ്ട് നമ്മൾക്ക് കാണാപ്പാഠം പഠിച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഒന്നും അല്ലല്ലോ ഇപ്പം എല്ലാം അവരുടേതായ ചോയ്സ് അനുസരിച്ചാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്കും ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഒന്നും ഇല്ലാതെ ഇല്ല, നല്ല പ്രവർത്തനങ്ങളുണ്ട് കുട്ടികൾക്ക്. നന്നായി പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ സിസ്റ്റത്തിലേക്ക് കുട്ടികളുടെ ലേണിംഗ് മെത്തേഡിലേക്ക് അവർക്കും പോകാൻ കഴിയുള്ളൂ. അധ്യാപകരും അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്, പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകർക്ക് ജോലിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിലേ കുട്ടികളുടെ പഴയ അവസ്ഥയല്ല, ഒന്നുമല്ല. ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്ക് 10 മണിക്ക് സ്കൂളിൽ വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഇപ്പം സ്കൂൾ ബസ് തന്നെ കുട്ടികളെ രാവിലെ 8:30 ആകുമ്പോഴത്തേക്ക് സ്കൂൾ ബസ്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളെല്ലാവരും സ്കൂളിൽ എത്തേണ്ടതുണ്ട്. കാരണം നടന്നു വരുന്ന കുട്ടികളൊന്നും ഇപ്പൊ ഇല്ലല്ലോ, വിരളമാണ്. ആരും ഇല്ല, എങ്ങുമില്ല, നടന്നു വരുന്ന ഒരു കുട്ടികളും ഇല്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സ്കൂളുകളിൽ സംഭവിച്ചു. പിന്നെ ഗവൺമെന്റ് സ്കൂളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ സംഭവിച്ചു. ഉച്ചഭക്ഷണം, വൈകിട്ട് ഭക്ഷണം, പ്രഭാത മെനുവിൽ തന്നെ ഭയങ്കര മാറ്റം വന്നു. കാലത്തിന് അനുസൃതമായുള്ള മാറ്റം അല്ലേ? പണ്ട് ഉപ്പുമാവും അങ്ങനെയൊക്കെ മാറി കുട്ടികൾ അതെല്ലാം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ കഴിക്കാത്ത പല സാധനങ്ങളും കുട്ടികൾ കൂട്ടത്തോടെ ഇരുന്ന് കഴിക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ടേസ്റ്റ് ആയിട്ട് അവർ കഴിക്കുന്നുണ്ട്. ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അപ്പോൾ എനിക്കൊന്ന് ഈ ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകർ ഇപ്പം അല്ലേ, എനിക്കൊന്ന് പ്രൈവറ്റ് സ്കൂളിനെ കാട്ടിയൊക്കെ ഒരു പടി മുന്നിലൊക്കെ നിൽക്കാനല്ലേ അവരുടെ ഈ പ്രവർത്തന മേഖലകൾ പലതാണ്. ഇപ്പോൾ ഈ ആഹാരം ഉൾപ്പെടെ അവരുടെ അല്ലേ ആ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, തയ്യാറാക്കുക എന്നൊക്കെ ഉള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് എഴുത്തിൻ്റെ കാര്യത്തിലൂടെ തന്നെ തിരിച്ചു വരാം. എനിക്കൊന്ന് ഇടയ്ക്കൊന്ന് ഞാൻ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് പോയതാണ് ഒരു മാറ്റത്തിന് വേണ്ടി. അപ്പം ഈ ഭാവനയെക്കുറിച്ച് പറയുമ്പോൾ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം, അത്യാവശ്യം അല്ലേ ഒരു എഴുത്തുകാരിക്ക് വേണ്ടത്. എങ്ങനെയാണ് ഒരു കവിതയുടെ ഒരു സ്പാർക്ക് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കവിതയുടെ സ്പാർക്ക് തീർച്ചയായിട്ടും സാറേ, അത് ഒരു വലിയ ചോദ്യമാണ്. കാരണം സ്പാർക്ക് ചിലപ്പോൾ അടുക്കളയിൽ കടു വറുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്പാർക്ക് വരും. കാരണം നമുക്ക് മനസ്സിൽ എന്താണോ ഒരു ചിന്ത എന്ന് പറയുന്നത് ആ സമയത്ത് ചിന്തിക്കുന്നത് അപ്പോൾ കുറിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മളത് വിട്ടുപോകും. കാരണം എപ്പോഴും ഈ ഒരു മൊബൈൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. ഒന്ന് ഈ അടുക്കളയിലായാലും അതിൻ്റെ സൈഡിലും ഉണ്ടാവും, അലമാരയുടെ സൈഡിലും. ആ വാക്ക് പിന്നീട് നമുക്ക്, അല്ലെങ്കിൽ ആ ഒരു വരി നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കുറിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് എത്ര ഓർത്താലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ പിന്നെ മൊബൈൽ ഉള്ളതുകൊണ്ട് അപ്പോൾ തന്നെ ആ വരി ടൈപ്പ് ചെയ്തിടും. പിന്നെ നമുക്ക് അതിൽ പിടിച്ച് കയറാമല്ലോ. അപ്പോൾ അത്തരത്തിൽ പിന്നെ കാണുന്ന ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലൊരു വരി വരുന്നത്, ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും വരികൾ വരുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ചാടി എഴുന്നേറ്റ് അത് എഴുതാൻ ശ്രമിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ഓർത്താൽ കിട്ടില്ല. അതെനിക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ്. ഞാനും ഇങ്ങനെ എനിക്ക് ചില ഐഡിയാസ് വരും, പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കിട്ടില്ല. അത് പിന്നെ എഴുതാമെന്ന് ആലോചിച്ചാൽ കിട്ടുകയില്ല, വരി കിട്ടില്ല. ചില ആശയങ്ങളായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ ചിലപ്പോൾ ലൈവിന് വേണ്ടിയൊക്കെ ചില വിഷയങ്ങൾ ചിലപ്പം സംസാരിക്കാനുള്ള വിഷയങ്ങൾ ഓർത്തു ഇങ്ങനെ പെട്ടെന്ന് വരുന്നതായിരിക്കും. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു വിഷയം ആലോചിച്ചാൽ അത്
കിട്ടത്തില്ല. അപ്പോൾ തീർച്ചയായും എനിക്ക് എഴുത്തുകാർക്ക് അത് വലിയൊരു പ്രശ്നമാണ്. എനിക്കൊരു നോട്ട് പാഡോ എന്തെങ്കിലും കൂടെ ഉണ്ടാവും. സ്കൂളിലൊക്കെ ആകുമ്പോൾ ഡയറി, കുഞ്ഞു ഡയറികളൊക്കെ എപ്പോഴും കയ്യിലുണ്ടാവും. എപ്പോഴും ഒരു ഡയറി കയ്യിൽ കരുതാറുണ്ട്. പിന്നെ മൊബൈൽ ഒപ്പം ഉണ്ടാവും. ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പറ്റില്ല വോയിസ് ആയിട്ടെങ്കിലും അപ്പോൾ തന്നെ ഇട്ടേക്കും. കാരണം അല്ലെങ്കിൽ കിട്ടില്ല അത്. അപ്പോൾ ഈ ഒരു ഐഡിയ തോന്നി. പിന്നെ ഇത് എഴുതാനിരിക്കുന്ന ഏത് സമയത്താണോ? ചിലർ രാവിലെയൊക്കെ ഇരുന്ന് എഴുതും. സ്കൂൾ ടൈമിൽ എഴുതാൻ പറ്റില്ല എന്തായാലും. അങ്ങനെ ഒരു പ്രത്യേക ടൈമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രികളിലാണ് കൂടുതൽ എഴുതാൻ ഇരിക്കാറുള്ളത്. ചില സമയത്ത് 2 മണിക്കൊക്കെ എഴുതാൻ ഇരിക്കാറുണ്ട്. കാരണം ആ ഉറക്കം വന്നാൽ പോലും ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുന്നതെന്ന് പറയുമ്പോൾ ആ സമയത്ത് പോകാറുണ്ട്. തീർച്ചയായിട്ടും പോകാറുണ്ട്. ഇന്ന സമയം എന്ന് പറഞ്ഞു പോയി ഇരുന്ന് അതിനായി ഇരുന്ന് എഴുതാറില്ല. എപ്പോ നമുക്കൊരു തോട്ട് വരുന്നോ അപ്പോഴാണ് നമ്മൾ ആ എഴുത്തിലേക്ക് ആ സമയം നമ്മൾ പോകുന്നത്. പക്ഷെ അപ്പോൾ 2 വരി എഴുതാൻ കഴിയുള്ളൂ. പിന്നീട് അടുത്ത ദിവസം ആയിരിക്കും അതിന്റെ ബാക്കി എഴുതാൻ കഴിയുക. ചിലപ്പോൾ അവിടെ 4 വരി കൊണ്ട് നിർത്തും, പിന്നെ അടുത്ത ദിവസം പോകും. ചിലപ്പോൾ അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിയും ഒരു കവിതയൊക്കെ ചിലപ്പോൾ കഴിയാൻ. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ടൊരു കവിത എഴുതും, ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ട് എഴുതും. അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊരു പ്രത്യേക ഇതില്ല. തീർച്ചയായിട്ടും അത് അതിൻ്റെ ഒരു വേരിയേഷൻ ഇല്ല ശരിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെ ഇതുപോലെയാണ്. പിന്നെ എനിക്ക് ആൽബം സോങ്സ് അത് എനിക്ക് 2 ചെയ്തിട്ടുണ്ട്. അത് ഭക്തിഗാനം തന്നെ ആയിരുന്നു ചെയ്തത്. ആദ്യം ഉള്ളത് എൻ്റെ കണ്ണ എന്നുള്ളൊരു സോങ് ആയിരുന്നു. അത് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ അഭിനയിച്ച ഒരു ആൽബം സോങ്. അധികം ഇല്ല, 2 എഴുതിയിട്ടുള്ളൂ. 2 പാട്ടുകളെ എഴുതിയിട്ടുള്ളൂ. അത് ഒന്ന് യൂട്യൂബ് ചാനലിലൂടെ വന്നെന്ന് പറഞ്ഞ, ഒന്ന് മനോരമ മ്യൂസിക് വഴിയാണ് എൻ്റെ കണ്ണ എന്നുള്ള ആൽബം വന്നത്. പിന്നെ ഒന്ന് സവിതയുടെ കവിതകൾ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്, അത് കൂടെ തന്നെയാണ് വന്നത്. പീഡിക ഭഗവതി എന്ന് പറഞ്ഞിട്ട്, പീഡിക ദേവി. നമ്മുടെ നാട്ടിലെ മനോരമ മ്യൂസിക് ഇറങ്ങിയത് എത്ര പാട്ടായിരുന്നു? എന്റെ കണ്ണാന്ന് ഒരു പാട്ടാണ് ആ ഒരു ആൽബം. അതെനിക്കൊന്നും നല്ലൊരു ലോഞ്ചിങ് കാസറ്റ് വരാന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിന്റെ വ്യത്യാസം എന്താണ്? എഴുതുമ്പോൾ പാടായിട്ട് തോന്നുന്നുണ്ടോ? പാടായിട്ട് ഗാനരചന എന്ന് പറയുന്നത് ഇപ്പം ഇത് പറയുമ്പോൾ എന്റെ ആദ്യത്തെ കവിതകളൊക്കെ പദ്യ കവിതകളായിരുന്നു. ആ പദ്യത്തിലായിരുന്നു എഴുതുന്നത്. സവിതയുടെ കവിതകളൊക്കെ മുഴുവനും പദ്യ കവിതകളാണ്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ കവിതകൾക്ക് മാറ്റം വന്നു തുടങ്ങി, വായനയുടെ ശൈലിക്ക് മാറ്റം വന്നു തുടങ്ങി. എങ്കിലും ഇപ്പോഴും പഴയ ആളുകളൊക്കെ പദ്യകവിതകൾ ഇഷ്ടപ്പെടുന്നവരാണ്, ഗദ്യകവിതകൾ ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇപ്പോൾ ഉള്ള പുസ്തകങ്ങളൊക്കെ ഗദ്യകവിതകളാണ് എഴുതാറ്. അപ്പോൾ ഈ നമ്മൾ എങ്ങനെയാണോ ശീലിക്കുന്നത് അതിലേക്ക് നമ്മുടെ മനസ്സ് ഡൈവേർട്ട് ആവുന്നത്. അപ്പോൾ ഇപ്പം ശരിക്കും പദ്യകവിതകൾ അങ്ങനെ എഴുതാറില്ല, എല്ലാം ഗദ്യകവിതകളാണ് എഴുതാറുള്ളത്. അപ്പോൾ പദ്യം അന്ന് എഴുതി വെച്ച് ഇരുന്നാൽ ഒരുപക്ഷെ എഴുതാമായിരിക്കാം, ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് മീറ്ററും ഒക്കെ ഉണ്ടല്ലോ ഗാനം എഴുതുമ്പോൾ. അപ്പോൾ അത്രയും റിസ്ക് ഒരുപക്ഷെ കവിതയ്ക്കില്ല. അതുകൊണ്ട് കവിതയിൽ തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തു. ഗാനരചനയിലോട്ട് അധികം പോയില്ല. തുടരണം എന്നാഗ്രഹമുണ്ട്. ഗാനരചനയും തുടരണം എന്നാഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഉള്ളിലുണ്ടത്. ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എനിക്കതാണ്. മറ്റുള്ളവർക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കതാണ് ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും അതിനൊരു മീറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ലൈൻസ് വരെ നിൽക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. ഗദ്യം എനിക്ക് കുറച്ചും കൂടെ ആശയങ്ങൾ. അപ്പോൾ സവിത ഒത്തിരി കവിതകൾ എഴുതി. അപ്പം ശ്രോതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാവോ? തീർച്ചയായിട്ടും സാറേ. ഞാൻ ആദ്യം എഴുതിയ മഞ്ഞമന്ദാരം എന്ന കവിതയിലെ ഒരു ചെറിയ കവിത ചൊല്ലാം. പ്രണയമൻ കാലമേ എന്നാണ് കവിതയുടെ പേര്. ചൊല്ലട്ടെ. കൊഴിഞ്ഞു പോയതൊക്കെയും തളിരിടുമൊരു മറുപുലരിയിലെങ്കിലും കാലം കാത്തുവെച്ചതൊക്കെയും കാണാതെ മറയുന്നു നീയുമീ ഞാനും. ജ്വലിക്കുമീ പകലോന്റെ ചൂടിലുരുകുമ്പോഴും ഓർമ്മപ്പെടുത്തുന്നൊരൻ മനസ്സും നിറമുള്ള നിലാവിൻ്റെ കുളിരോർമ്മകൾ. ഇനിയുമൊടുങ്ങാത്ത സന്ധ്യകളെ രാവിൽ നിലാചന്തമേകും താരങ്ങളെ. നീർക്കുമിള പോൽ ക്ഷണികമാമി ജീവിതത്തുരുത്തുകളിൽ ഇനിയും എത്രയോ കാതങ്ങൾ കഥ പറയുവാനിവിടെ. വിതുമ്പുന്ന ചുവന്ന സന്ധ്യകളിലീ കത്തി നിൽക്കുന്നൊരീ മൺചിരാതുകൾ. പ്രണയമൻ
കാലമേ നിന്നോടെനിക്കൻ തൂലികയ്ക്കും നീ പടർത്തുന്ന ഗന്ധമൻ സിരകളിൽ നീ ഉതിർക്കുന്ന വർഷമെൻ മേനിയിൽ നീ പൊഴിക്കുന്ന താപമെന്നുടലാകെ നിന്നെ ഞാനറിയാതെ നീ തന്ന കിനാക്കളുമറിയാതെ നിന്നിൽ നിന്നകലുന്നതെങ്ങനെ നിന്നിൽ നിന്നടരുന്നതെങ്ങനെ പ്രണയമെൻ കാലമേ നിന്നോടെനിക്കൻ തൂലികയ്ക്കും. ഞാൻ എന്തോ പുതിയൊരു പുസ്തകത്തിന്റെ തയ്യാറെടുപ്പിലാണല്ലോ, അതെന്താണ്? തീർച്ചയായിട്ടും പുതിയൊരു ജീവിതത്തിലൊരു വലിയൊരു അഭിലാഷമാണ്. മക്കൾക്കൊപ്പം കുഞ്ഞുമക്കൾക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് അവർക്ക് ഒരു കഥാപുസ്തകം ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. അപ്പൊ അതെ, റേഡിയോ ബെൻസിലൂടെയാണ് ആദ്യം ഇത് റിവീൽ ചെയ്യുന്നത്. അത് ബാലസാഹിത്യ കഥയാണ്. അപ്പോൾ അത് ചിന്താ പബ്ലിക്കേഷൻ പുറത്തിറക്കുന്നുണ്ട്. ഇതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എത്ര കഥകൾ വരും? അത് 10 കഥകളേ ഉള്ളൂ. അത്യാവശ്യം നല്ല കുട്ടികൾക്കും അത്യാവശ്യം മുതിർന്നവർക്കും ഒക്കെ വായിക്കാൻ പറ്റിയ കുറച്ച് നിലവാരമുള്ള എന്ന് തന്നെ ഞാൻ പറയും, നല്ല കഥകളാണ്. അങ്ങനെ എന്താണ് അഡ്വഞ്ചർ സ്റ്റോറീസ് ആണോ? അഡ്വഞ്ചർ സ്റ്റോറീസ് അല്ല, സാധാരണ കുട്ടികളുടെ അവരുടെ മോട്ടിവേഷനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രകൃതി സ്നേഹം അങ്ങനെയൊക്കെ തന്നെ വെച്ചിട്ടാണ്. എങ്കിലും വായിച്ചാൽ മടുപ്പ് തോന്നാത്ത നല്ല കുറച്ച് കവിതകളാണ്. ഇപ്പം നമുക്കൊരു കവിത എഴുതിയാൽ തന്നെ നമ്മൾ കവിത എഴുതിയാലും കഥ എഴുതിയാൽ തന്നെയും അത് 2 പ്രാവശ്യം വായിക്കുമ്പോൾ കൊള്ളില്ല എന്ന് തോന്നിയാൽ വേണ്ടാന്ന് മാറ്റി വയ്ക്കാം. പക്ഷെ വായിച്ചിട്ട് നമുക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ, അത്യാവശ്യം നന്നായിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ലെങ്കിൽ പിന്നെ അത് മറ്റുള്ളവർക്കും തോന്നണമെന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നല്ല കുറച്ച് കഥകളുടെ സമാഹാരമാണ്. അത് ഏറ്റെടുക്കും എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിനൊക്കെ വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ കുറെ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ മുന്നിട്ടിറങ്ങുന്നു. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ സ്കൂളിന്റെ ഭാഗമായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ മേഖലകൾ സബ് ജില്ലയില് നമ്മുടെ സ്കൂളിന്റെ സംഘടനയുടെ സെക്രട്ടറി ഒക്കെയാണ്. അത്തരത്തിലൊരു അത്രയേ ഉള്ളൂ, വേറെ വലിയ ഇതൊന്നും ഇല്ല. പിന്നെ ലൈബ്രറികളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആദ്യം കരവള പബ്ലിക് ലൈബ്രറി നമ്മുടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മുടെ സ്പെൻസർ ലൈബ്രറി, നമ്മുടെ ഒരുപാട് ലൈബ്രറികളുണ്ട്, നവഭാരത് ലൈബ്രറി, എല്ലാത്തിലെയും നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അവരോടൊപ്പം എല്ലാവരും ചേർത്ത് നിർത്തുന്നുണ്ട്. നമ്മുടെ നാടിന്റെ ഒരു വലിയ സ്നേഹം നമുക്കുണ്ട്, അതാണ് ഏറ്റവും വലുത്. അപ്പം അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അവരോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ? അപ്പോൾ ഇനി പുതിയ ഈ പറഞ്ഞ വളർന്നു വരുന്ന എഴുത്തുകാരോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? വളർന്നു വരുന്ന എഴുത്തുകാരെന്ന് വെച്ചാൽ എഴുത്തുകാരിപ്പോ ഒരുപാട് ഇന്ന് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കവികളെ കൊണ്ട് നമുക്ക് അല്ലേ എവിടെ ചെന്നാലും കവികളുണ്ട്. എല്ലാവരും ഫേസ്ബുക്കൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എനിക്കൊന്ന് ജനങ്ങൾ സജീവമായിട്ട് ഇപ്പോൾ ആ മാധ്യമം ഉപയോഗിച്ചിട്ടാണ് പലരും അവരുടെ എന്താ പറയുക എഴുത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത്. അത് ആ എഴുതുന്നത് ജനങ്ങളിൽ എത്തിക്കാനായിട്ടൊക്കെ അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി എഴുത്തുകാർ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. അപ്പം ഇവർക്കൊക്കെ പലപ്പോഴും ഇവരുടെയൊക്കെ വായിക്കുന്നുണ്ടോ എന്ന് തന്നെ പലപ്പോഴും അല്ലേ നമുക്കൊരു സംശയമുണ്ട്. പലപ്പോഴും അവർ എത്തപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഈ പറയാണ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമുക്ക് തന്നെ വായിക്കാൻ സമയം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാനായിട്ട് എന്ത് ചെയ്യണം? ശ്രദ്ധിക്കപ്പെടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എഴുത്തുകാർ, ഞാനടക്കം അങ്ങനെ തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാനടക്കമുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. ഒരു വലിയ ബാഹുല്യമുണ്ട് നമുക്ക് ഇങ്ങനെ. തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ എഴുത്ത് എന്നുള്ളത് വലിയൊരു എന്ന് വെച്ചാൽ അറിയപ്പെടാതെ കിടന്ന നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളവരെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നുവരവ് എഴുത്തിനെ കൂടുതൽ പറയുമ്പോൾ ചില യുവ കവികളും അല്ലെ കഥാകൃത്തുക്കളൊക്കെ എഴുതുന്നത് ഈ മികച്ച പേരെടുത്ത എഴുത്തുകാരെക്കാട്ടിയൊക്കെ മികച്ച കാര്യങ്ങളല്ലേ ചില വർക്കുകൾ ഞാൻ കാണാനിട വന്നിട്ടുണ്ട്. അപ്പം പക്ഷെ അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അത് വേണ്ട വിധത്തിൽ എനിക്കൊന്നും ആ ശ്രദ്ധ കിട്ടുന്നില്ല ജനങ്ങളുടെ. പൊതുവെ ഇപ്പം ഈ മാഗസീൻസിൻ്റെയൊക്കെ എന്താ പറയുക എണ്ണം കുറഞ്ഞു വരികയാണ്. പലതുമൊക്കെ നിന്ന് പോകുന്നു. അതിനൊക്കെ തന്നെ കോപ്പീസൊക്കെ കുറഞ്ഞു വരികയാണ്. പണ്ടുണ്ടായിരുന്ന അത്രയും വിൽപ്പനയൊന്നുമില്ല. എനിക്കൊന്ന് പുതിയ ജനറേഷൻ ഇതിനകത്തോട്ടൊന്നും തിരിയുന്നില്ല. അപ്പം എങ്ങനെ നമ്മൾ ഇതിനെ എത്തിക്കാൻ സാധിക്കും ഈ നമ്മുടെ ഒരു സർഗ പ്രക്രിയ ഈ പറയണക്ക്? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇപ്പം നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലും
എൻ്റെ ഒരു കവിത അല്ലെങ്കിൽ കഥ, നോവൽ ഒരു മാഗസിനിൽ അടിച്ച് മഷി പുരണ്ട് വരണമെന്നുള്ളത് ഏതൊരു അതെ 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 രചയിതാവിൻ്റെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. അതിനേക്കാളും വലിയൊരു സന്തോഷമില്ല. പക്ഷേ എല്ലാവരുടെയും വരുന്നില്ല. ഇതൊക്കെ സെലക്റ്റീവായിട്ട് തന്നെ. അപ്പം ഞാനൊക്കെ നമ്മൾ 10 അയച്ചു കൊടുത്താൽ ചിലപ്പം വന്നാലായി, വന്നില്ലേലായി, ഒരെണ്ണം അയച്ചു വന്നാലായി, വന്നില്ലേലായി. അപ്പോൾ പലരും ഇതൊന്നും അയച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നേരത്തെ ഒന്നും ഞാനിത് അയച്ചു കൊടുക്കാറില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരു വട്ടം വരുമ്പോൾ വീണ്ടും അടുത്തതിൽ വരണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വീണ്ടും അയച്ചു കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ പണ്ട് മുതലേ നമ്മൾ അയച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ നല്ലതൊക്കെ ഏതെങ്കിലും വന്നേനെ. പക്ഷേ നമ്മൾ അയച്ചു കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പം പലരും, എനിക്കറിയാവുന്ന എത്രയോ പേർ നന്നായി എഴുതുന്നവരുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ എത്രയോ പേർ നന്നായി എഴുതാത്തവരും ഉണ്ട്, എന്തെങ്കിലും എഴുതിയിടുന്നവരും ഉണ്ട്. ഞാനടക്കമുള്ളവരെ പറയുകയാണ്. പക്ഷേ പലരുടെയും നല്ലത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. നല്ല നല്ല കവിതകൾ നന്നായി എഴുതുന്നവരുണ്ട്. വീട്ടിലുള്ള എത്രയോ പേർ വെളിയിൽ അറിയപ്പെടാത്തവരുണ്ട്. ടാലന്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഹസ്ബൻഡ് അല്ലെങ്കിൽ മക്കള് അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു പ്രശ്നങ്ങൾ കൊണ്ട് എഴുത്തിന് മേഖലയിൽ എത്തിപ്പെടാത്തവരുണ്ട്. നന്നായി എഴുതുന്നവരെ എപ്പോഴും നോട്ട് ബുക്കുകളിൽ, ഡയറികളിൽ അടച്ചു വെച്ചിരിക്കുന്നവരുണ്ട്. ചെറിയ കാര്യമല്ല. അപ്പോൾ ഒരുപാട് കഴിവുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതൊന്നും വെളിയിലാകുന്നില്ല എന്നുള്ളതാണ്, ശ്രദ്ധിക്കപ്പെടുന്നില്ല. എന്താ പറയാ, എത്തിക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നില്ല. നമുക്കൊരു മുന്നോട്ട് പോക്ക് എന്ന് നമ്മൾ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ പറ്റും. ലക്ഷ്യമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നമുക്ക് സ്വയം, ഞാൻ അങ്ങോട്ട് പോകുന്നു, എൻ്റെ കാലിന് പിന്നോട്ട് വയ്ക്കാൻ ഞാൻ തയ്യാറല്ല, ഞാൻ മുന്നോട്ട് തന്നെ പോകും എന്ന് ദൃഢനിശ്ചയത്തോട് പോകുന്നവർക്ക് ഈ കാലഘട്ടത്തിൽ വിജയമുള്ളൂ. അതിന് യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകൾ. നമുക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ സവിതാ വിനോദാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ പറയുന്ന ഒരു കവിയും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും എല്ലാം കൂടെ ഒക്കെ ചേർന്ന് അധ്യാപികയും, പ്രീ സ്കൂൾ അധ്യാപികയൊക്കെയാണ്. അപ്പോൾ റേഡിയോ വെൻസിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.